ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് 1 2 3. ഒരുപാട് ചിരിക്കാൻ നിൽക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഈ ആണുങ്ങളെ 100% വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി, പെട്ടെന്ന് തന്നെ അവരുടെ മനസ്സങ്ങ് മാറും. നമ്മുടെ കാമുകന്മാരുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്റ്റാർട്ടിങ്ങിൽ നമ്മളോട് എന്തൊരു പ്രേമമായിരുന്നു രണ്ടുപേർക്കും. നമ്മളെ വിട്ട വേറെ ലോകം ഇല്ലാന്നാ പറഞ്ഞോണ്ടിരുന്നത് അവര്. എന്നിട്ടിപ്പോ നമ്മൾ ചെയ്ത ഒരു ചെറിയ തെറ്റ് പോലും സഹിക്കാൻ പറ്റാതെ എന്തൊക്കെയാ അവരിവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാ ആണുങ്ങൾ ഈ പ്രണയം തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മളോട് സ്നേഹം ഉണ്ടാവും, പിന്നെ അത് ഉണ്ടാവില്ല. നോക്കമ്മോ, എനിക്ക് വേറെ ആൺകുട്ടികളുടെ കാര്യമൊന്നും അറിയില്ല. പക്ഷേ എന്റെ സാർ ഒരിക്കലും നീ വിചാരിക്കുന്ന പോലെ അല്ല. സാറിനിപ്പോ എന്നോടുള്ള ദേഷ്യമൊന്നും അധികം നീണ്ടു നിൽക്കുന്നതല്ല. എപ്പോഴൊക്കെ എന്നോട് ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും കുറച്ചു കഴിയുമ്പോ വീട്ടിലേക്ക് തന്നെ വരും. എന്നിട്ട് രാവിലെ ആകുമ്പോ പാർവതി പാർവതി എന്ന് വിളിച്ച് എന്റെ പിന്നാലെ തന്നെ നടന്നോളൂ. നീ കണ്ടു? ആയിക്കോട്ടെ, ഞാനിവിടെ തന്നെയൊക്കെ ഉണ്ടല്ലോ. അവരിനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നേന്ന് നമുക്കൊന്ന് കാണാം. ആക്ച്വലി ഞാൻ വിചാരിച്ചത് മേഡത്തെ എന്റെ ബോസിന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് അഭിനയിപ്പിക്കാവുന്ന. പക്ഷെ ഇപ്പോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? മേഡത്തെ ഇപ്പോ ബോസിന്റെ ഗേൾഫ്രണ്ട് ആക്കാൻ പറ്റില്ല. ബോസിന്റെ കൂടെ അഭിനയിക്കാൻ വേറൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. മൂക്കിലിട്ടൊരു ഇടി തന്നാ എങ്ങനെ ഉണ്ടാവും അറിയൂ തനിക്ക്? എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ദയവ് ചെയ്ത് മേഡം എന്നോട് ദേഷ്യപ്പെടരുത്. ആക്ച്വലി ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും എല്ലാം സെറ്റായി കഴിഞ്ഞിരുന്നു. മേഡത്തിന് ബോസിന്റെ ഗേൾഫ്രണ്ട് ആകാൻ പറ്റിയില്ലെങ്കിലും ബോസിന്റെ ഫ്രണ്ട് ആദ്യയുടെ ഗേൾഫ്രണ്ട് ആയിക്കൂടെ? എടോ, താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? കാണുന്നവരുടെ ഒക്കെ ഗേൾഫ്രണ്ട് ആകാൻ ഞാനെന്താ അത്രയ്ക്ക് ചീപ്പായിട്ടുള്ള ആളാ? അയ്യോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് മേഡം. അല്ല, ഇത്രയ്ക്ക് ചീപ്പാകാൻ ഇതിലെന്താ ഉള്ളത്? ഏതായാലും ആക്ടിങ് ആണല്ലോ. ബോസിന്റെ ഗേൾഫ്രണ്ട് ആയാലെന്താ, ആദി സാറിന്റെ ഗേൾഫ്രണ്ട് ആയാലെന്താ, രണ്ടും ഒരുപോലെ തന്നെയല്ലേ? രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സത്യത്തിൽ അതെനിക്കൊരു വലിയ പ്രശ്നം തന്നെയാ. എനിക്ക് വേദിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറയുമ്പോ ഒരുപാട് സന്തോഷവും സമാധാനവും തൃപ്തിയും ഉണ്ടാവും. അങ്ങനെയാണോ? അതെന്താണെന്ന് കൂടെ പറയുവോ? പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊക്കെ തന്നോട് പറഞ്ഞിട്ട് താൻ അതൊന്നും അറിയേണ്ട കാര്യമില്ല. മേഡം വെയിറ്റ് നിക്ക്. മേഡം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. തനിക്കൊരു കുന്തോ മനസ്സിലായിട്ടില്ല. മേഡത്തിന് എന്റെ ബോസിനോട് പ്രേമമാണല്ലേ? ഇത്രയും നേരം അഹങ്കാരം കാണിച്ചോണ്ട് നിന്നോള് എത്ര പെട്ടെന്ന് മാറിയോന്ന് നോക്കിയേ. ശരിക്കും ഇവളൊരു സൈക്കോ തന്നെയാ. എന്ത് ചെയ്തിട്ടാണെങ്കിലും ബോസിനെ നാണം കെടുത്താതിരിക്കാൻ ഇവളെ ഉപയോഗിച്ചേ പറ്റൂ. കാര്യമായിട്ട് ഇവളെ ഒന്ന് വളച്ചാൽ ബോസിന് നാളെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. താൻ എന്താണോ നിന്ന് ആലോചിക്കുന്നത്? മേഡം, പ്രണയിക്കുന്നവരുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ മേഡത്തിനൊരു ഓഫർ തരാം. ഇത് ഞാൻ തരുന്നതാണെന്ന് വിചാരിക്കേണ്ട. വിധിയാണ് മേഡത്തിന് ഈ ഓഫർ തരുന്നതെന്ന് വിചാരിച്ചാൽ മതി. മേഡം ആദി സാറിന്റെ ഗേൾഫ്രണ്ട് ആകാൻ സമ്മതിച്ചാൽ മേഡത്തിന് കിട്ടേണ്ട ന്യായം എന്താണോ അത് ഞാൻ വാങ്ങി തന്നിരിക്കും. എനിക്ക് ന്യായത്തിന്റെ അന്യായത്തിന്റെ കണക്കൊന്നും അറിയില്ല. എനിക്ക് ആകെ വേണ്ടത് എന്റെ വേദിനെയാ. വേദ് ഈസ് മൈ വേൾഡ്. ഞാനും അത് തന്നെയാണ് മേഡത്തിനോട് ഇപ്പൊ കോഡ് ഭാഷയിൽ പറഞ്ഞത്. റിയലി? യാ. മേഡം ആദി സാറിന്റെ ഗേൾഫ്രണ്ട് ആകാൻ സമ്മതിച്ചാൽ മേഡത്തിന് എന്റെ ബോസിന്റെ കൂടെ തന്നെ നിൽക്കാം. കാരണം ഈ നാടകം കഴിയുന്നത് വരെ അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആയിരിക്കും. എന്തായാലും ഇത്രയും സമയത്തിനിടയിൽ മേഡത്തിന് ബോസിന്റെ കൂടെ നിൽക്കാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, മേഡം നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ എന്റെ ബോസിന് നാടകം തീരുന്നതിന് മുൻപ് മേഡത്തിനോട് ലവ് തോന്നിയാലോ? അങ്ങനെ സംഭവിച്ച ഞാൻ മേഡത്തിന് ഫുൾ സപ്പോർട്ട് ആയിരിക്കും. ബോസ് ചലഞ്ചിൽ ജയിക്കാൻ വേണ്ടിയാണ് മേഡം ഇതിനൊക്കെ കൂട്ടുന്നതെന്ന് ഞാനും പറയാം. ബട്ട് വേദ് ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വേറെ വഴിയില്ലല്ലോ. സമ്മതിക്കാതെ എന്ത് ചെയ്യും?
താങ്ക് യു സോ മച്ച്. എനിക്ക് ഇത്രയും സമയം മതി. എന്റെ വേദന എനിക്ക് കിട്ടാൻ വേണ്ടി എന്ത് നാടകം കളിക്കാൻ എനിക്ക് കുഴപ്പമില്ല. ഈ ഡ്രാമ കഴിഞ്ഞിട്ട് വേണം നിന്റെ ശല്യം എന്നേക്കോ ആയിട്ട് അവസാനിപ്പിക്കാൻ. ബോസ്, ബോസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബോസിന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഐ എം സോ ഹാപ്പി. എടോ, ഞാൻ തന്നോട് പറഞ്ഞ കാര്യമില്ല, അതെന്തായിന്ന് പറ. ബോസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബോസിനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞല്ലോ. ബോസ് തിരിച്ച് ഹെൽപ്പ് ചെയ്യേണ്ടത് ന്യായമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കഴിവെല്ലാം പ്രയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബോസിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനുള്ള പെണ്ണിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എടോ സുമേഷേ, താൻ ഈ അസമയത്ത് ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നോ? എന്തേലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഞാൻ ശരിയാക്കി തരാം. അയ്യോ, അങ്ങനെയല്ല ബോസ്. ഡ്രാമയെ കുറിച്ചൊക്കെ ഞാൻ ആ കുട്ടിയോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയെല്ലാം സമ്മതിച്ചു. ഈ സമയത്തും താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് പെൺകുട്ടിയെ കൊണ്ടുവന്നല്ലോ. വെരി പ്രൗഡ് ഓഫ് യു. നാളെ തൊട്ട് തന്റെ സാലറിയിൽ 30% ഹൈക്കുണ്ടാവും. എന്റെ ഓഫീസിനടുത്ത് ഞാനൊരു വീട് വാങ്ങിച്ചിട്ടുണ്ട് സുമേഷേ. അത് ഞാൻ തന്റെ പേരിൽ എഴുതരാം. താങ്ക് യു സാർ. ആ വീട് സാറിന് തന്നെയാണല്ലോ അല്ലേ? അതെന്താ, അതെന്റെ പേരിലുള്ള വീട് തന്നെ. താൻ ധൈര്യമായിട്ട് എടുത്തോ. ക്ഷമിക്കണം സാർ, ചില നേരത്തെ ഡൗട്ട് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യണമല്ലോ. താങ്ക് യു സാർ. ഇത്രയും നാൾ ജോലി ചെയ്തതിന് എന്റെ ജന്മം ഇപ്പോൾ സഫലമായിരിക്കുകയാണ്. പിന്നെ ബോസ്, ആക്ച്വലി ഓഫീസിലേക്ക് നടന്നും ബസ് കയറിയൊക്കെ വന്നിട്ട് എന്റെ കാലിന് ഭയങ്കര വേദന. എടോ സുമേഷേ, തനിക്ക് ചെരുപ്പൊന്നുമില്ലേടോ? അതല്ല ബോസ്, ഒരു ചെറിയ AC കാർ കിട്ടിയ കൊള്ളായിരുന്നു. ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ടല്ലോ. എന്റെ പഴയ കാർ അവിടെ ഇല്ലേ? അത് താൻ എടുത്തോ. താങ്ക് യു ബോസ്. ഡോ സുമേഷേ, എനിക്ക് ശരിക്കും സന്തോഷമായി. സമ്മാനമായിട്ട് ഈ റിംഗ് എടുത്തോ. എടാ ആദി, അത്രയും നല്ല റിംഗ് ഒക്കെ കൊടുക്കണോ? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് സമാധാനമായി വേദാന്ത്. ഇനി നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. അതെ ആദി, അവരെ നമ്മളൊരു പാഠം പഠിപ്പിക്കണം. ഡോ സുമേഷേ, ആ പെൺകുട്ടിയെ കൊണ്ടുവന്നല്ലേ താൻ പറഞ്ഞത്? എന്നിട്ട് എവിടെ? ഒന്ന് സമാധാനമായി നിൽക്ക സാർ. ബോസ്, ഒരു കണ്ടീഷനുണ്ട്. ബോസ് എന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ പാടില്ല. എന്ത് കാരണവശാലും ഒന്നും ചോദിക്കാനും പാടില്ല. അതെന്താ അങ്ങനെ ഒരു കണ്ടീഷൻ? കണ്ടീഷൻ സമ്മതിക്കണം. പറഞ്ഞ സമയത്ത് തന്നെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചു തന്നില്ലേ? അതുകൊണ്ട് ബോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. വേദാന്ത്, നീ പറഞ്ഞതുപോലെ പെൺകുട്ടി അത്ര സുന്ദരിയായിരിക്കില്ലെന്ന് തോന്നല്ലോ. അതുകൊണ്ടായിരിക്കും മുൻകൂർ ജാമ്യം എടുക്കുന്നത്. മേ ബി യു ആർ റൈറ്റ്. നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? നോ നോ, നോട്ട് അറ്റ് ഓൾ. വെറുതെ അഭിനയിക്കാൻ രൂപോ ലുക്കൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? ഐ എം ഫൈൻ. അങ്ങനെ വേണം. കറക്റ്റ്. എടോ സുമേഷേ, ഡൺ. ബോസ്, വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം, കേട്ടല്ലോ? ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. മാഡം, ഇങ്ങോട്ടൊന്ന് വരാവോ? എടോ സുമേഷേ, തനിക്ക് വേറെ ആരും കിട്ടിയില്ലേ? എന്ത് പണിയാ താൻ കാണിച്ചേ? തന്നോട് ഇവിടെ വിളിക്കാൻ ആരാ പറഞ്ഞേ? ബോസ്, കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇനി ഒന്നും പറയാൻ പറ്റില്ല. ഞാനെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാ ചെയ്തത്. ഇനി എന്തുണ്ടായാലും ഞാൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവള് ബോസിനൊരു തലവേദനയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിനാ ഇതിന് ഈ സമയത്ത് എന്റെ കയ്യിൽ കിട്ടിയത്.
ബോസിന് ഇവര് കാരണം ഡ്രാമ കഴിയുന്നവർ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റി മാത്രം. അതെല്ലാം ആദ്യമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ബോസ്. ഡോണ്ട് വറി. ഡോണ്ട് വറി വേദ്, ഇത് ഡ്രാമയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ വന്നത്. ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അതെന്റെ വാക്കാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പ് എന്നെ ഒരുപാട് ഇംപ്രസ് ചെയ്തു. ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടാണ് ഞാൻ ആദിയുടെ ഗേൾഫ്രണ്ട് ആവാന്ന് പറഞ്ഞത്. ഓൾറെഡി വേദ് എന്റെ കല്യാണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നടത്തി തരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലേ. സോ എനിക്കിതുകൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. അഹല്യ, ബൈ ദ വേ, നീ ഡ്രാമയ്ക്ക് മനസ്സറിഞ്ഞ് സമ്മതിച്ചാണല്ലോ. ചോദിച്ചത് കേട്ടോ മാഡം? എന്റെ ബോസിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി സന്തോഷത്തോടെ തന്നെയല്ലേ ഇതിന് സമ്മതിച്ചത്? അല്ല, പാവം ആദി സാറ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി മേഡത്തിനെ ഗേൾ ഫ്രണ്ട് ആക്കാൻ വരെ സമ്മതിച്ചില്ലേ? ബോസ് ഇവരുടെ ഒന്നും മനസ്സ് കാണാതെ പോകരുത്. അല്ല, ഇത്രയും ചെറിയ സമയം കൊണ്ട് വേറെ പെണ്ണിനെ എവിടുന്ന് കിട്ടാനാ? ആദി സാർ പാർവതി മേഡത്തിന് മുൻപിൽ സോളോ അടിച്ചു നിൽക്കുന്നത് ശരിയാണ്? ഇത്രേ ഉള്ളോ ബോസിന് ബെസ്റ്റ് ഫ്രണ്ടിനുള്ള സ്നേഹം? സുമേഷേ, അതങ്ങനെയൊന്നുമല്ല. ബോസ്, കാര്യം നടക്കാൻ എന്തിനും റെഡിയാകണം. ബോസ് ആഗ്രഹിക്കുന്ന പെണ്ണിനെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് കാത്തിരുന്നാലേ കാര്യമൊന്നും നടക്കില്ല. ഈ സമയത്ത് ഇതിൽ ബെറ്റർ ഓപ്ഷൻ കിട്ടാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് സമ്മതിക്കും ബോസ്. മാത്രമല്ല മേഡം ആദി സാറിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നേ. അതിനിപ്പോ ബോസിന് എന്താ കുഴപ്പം? ബോസ് മേഡത്തിനെ കൂടുതൽ മൈൻഡ് ചെയ്യണ്ട, എന്നാ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അതായത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാ, ഒരുമിച്ച് നിൽക്കേണ്ടി വരും, ഫേസ് ടു ഫേസ് നിൽക്കേണ്ടി വരുമായിരിക്കും, എങ്കിലും തൊട്ടടുത്ത് നിൽക്കേണ്ടി വരില്ലല്ലോ. അതാ ആദി സാർ, സാറിന് ഓക്കെ ആണല്ലോ അല്ലേ? അത് പറയണ്ട ഞാനല്ല. വേദാന്തിന് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ നോക്കാം. വേദാന്ത്, നീ ഏതായാലും അമൂല്യയുടെ അടുത്ത് പോയി നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടത്താൻ നോക്ക്. നോ, ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. നീയും അഹല്യയും ഒന്നിച്ച് ആക്ടിങ് തുടങ്ങിക്കോ. I don't have a problem with it. അയ്യോ, ഈശ്വരാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പഴാ സമാധാനമായത്. ഗുഡ് നൈറ്റ് ബോസ്. ഗുഡ് നൈറ്റ് സാർ. മാഡം വരൂ, വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ മുഴുവൻ തെരുവുനായ്ക്കളുടെ ശല്യവാ. ഗുഡ് നൈറ്റ് വേദ്. സീ യു ആദി. വേദാന്ത്, അറിയോ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ ഓപ്ഷൻ ഇല്ല ആദി, നമുക്ക് സമയവും ഇല്ല. സുമേഷ് ഒരു മണ്ടത്തരമാണ് ചെയ്തതെങ്കിലും തൽക്കാലം അതൊരു ഹെൽപ്പാ. വി ജസ്റ്റ് ഗോ ഹെഡ്. ഓക്കെ. അമ്മ, നീ ഒന്ന് നിന്നേ. ചേച്ചി,
ഞങ്ങളൊന്ന് ഡാൻസ് കളിക്കട്ടെ? ഒന്ന് വിട്ടേ നീ ഒന്നും മിണ്ടാതെ നില്ല്. ചേച്ചി. അയ്യോ അമ്മോ, യാമിനി മേഡം ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന അറിഞ്ഞാലേ അവര് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഹലോ, പാറു ഈ വീടിന്റെ മരുമകളാകാൻ പോവാന്ന് അറിഞ്ഞിട്ടല്ലേ ഞാൻ ഈ ഡാൻസ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ഒരു കാര്യമില്ല, ഞാൻ അതിനൊക്കെ മറുപടി കൊടുത്തോളാം. അതെ ചേച്ചി. എന്താ ഇത് രാവിലെ തന്നെ ഷൂട്ടിംഗ് ആണല്ലോ? ഞങ്ങള് വെറുതെ കളിച്ചോണ്ടിരിക്കരുത്. അത് ശരി. അതൊക്കെ പോട്ടെ, എവിടെ വരെയായി നിന്റെ ചേട്ടന്മാരുടെ ചലഞ്ചൊക്കെ? ലവേഴ്സിനെ കൊണ്ട് വരുള്ളൂ വലിയ ബിൽഡപ്പ് ഒക്കെ തന്നിട്ട് പോയതല്ലേ അവര്. അവരുടെ സൗന്ദര്യം കണ്ട് ആരും വീണില്ലേ? അവർക്ക് ആരെ കിട്ടാനാമോ? എന്റെ ആദ്യ സാറാണെങ്കിൽ എന്റെ ആദ്യ സാറിന്റെ കാര്യം എനിക്കറിയില്ലേ. ഈ കാര്യത്തിൽ മുന്നോട്ട് ഇറങ്ങി കാണില്ല. ഹലോ, നിങ്ങളുടെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോയി. നിങ്ങളുടെ 2 കാമുകന്മാർക്കും ഗേൾ ഫ്രണ്ട്സ് സെറ്റ് ആയി കഴിഞ്ഞു. രാവിലെ തന്നെ കള്ളം പറയല്ലേ, എനിക്കത് തീരെ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഈ കാര്യത്തില് തമാശ കളിയൊന്നും വേണ്ട. എന്തൊക്കെയായാലും നിങ്ങളുടെ ചേട്ടന്മാരുടെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ മനഃപൂർവ്വം കള്ളം പറയുന്നേ? അയ്യോ, ഞാനെന്തിനാ അമൂല്യ കള്ളം പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും പേടിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അവർക്ക് ഗേൾ ഫ്രണ്ട്സ് സെറ്റായി എന്ന് പറഞ്ഞത് 100% സത്യമാ. ഇത് സത്യാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? ചേട്ടാ, അയ്യോ അമ്മോ, അവരുടെ മുന്നില് ശരിക്കും 2 പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ടല്ലോ. എന്റെ പാറു, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ദേ നോക്ക് പ്രീതു, ഈ ഫോട്ടോഷോപ്പും എഡിറ്റിംഗും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളെ വെറുതെ ടെൻഷൻ ആക്കാൻ വേണ്ടിയല്ലേ ചേട്ടന്മാരുടെ കൂടെ കൂടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. അയ്യോ, നിങ്ങളപ്പോ വിശ്വസിക്കുന്നില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഹലോ അളിയാ. പറ പ്രീതു, നമ്മുടെ എടത്തിമാർക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തോ? അയ്യോ, ഫോട്ടോ കാണിച്ചു. പക്ഷെ ഇവരോട് പറഞ്ഞിട്ട് ഇവര് വിശ്വസിക്കുന്നില്ല. ഓ, വിശ്വസിക്കുന്നില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, നീ ആ ലൗഡ് സ്പീക്കർ ഓണാക്കിയേ. എന്തിനാ? ലൈവ് കമന്ററി സ്റ്റാർട്ടിങ്. ഓക്കെ. എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ സുന്ദരന്മാരായ കാമുകന്മാരുടെ മുമ്പിൽ അതിലും സുന്ദരിമാരായ 2 പെൺകുട്ടികൾ ഇരിക്കുന്നു. ചെവി തുറന്ന് കേട്ടോ റൗഡി കൊച്ചേ, എന്റെ ചേട്ടനുണ്ടല്ലോ സുന്ദരിയായ പെൺകുട്ടിയുടെ തോളിലേക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി പോവുകയാ. ഊഹ്, അവളുടെ തോളിൽ കൈ വെച്ചിരിക്കുകയാണ്. ഇനി പാർവതി കേൾക്കാൻ വേണ്ടി ഹാർട്ട് അറ്റാക്ക് വരാതെ ഇത് മുഴുവനെ കേട്ടോ. പാർവതിയുടെ സ്നേഹമുള്ള ആ സാറ് സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയുടെ മുന്നിലിരുന്ന് ജ്യൂസും കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. മിസ്റ്റർ ആദിത്യയും വേദാന്ത് മേനോനും ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായിട്ട് നന്നായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇനി അങ്ങോട്ട് ബൗണ്ടറിയും സിക്സസും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പക്കയാ. അത് ഉറപ്പല്ലേ? സുന്ദരിമാരായ 2 പെൺകുട്ടികളും ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരുടെ കണ്ണുകളിലോട്ട് നോക്കി ഇങ്ങനെ പ്രണയം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതില് നമ്മുടെ ബാറ്റ്സ്മാൻമാര് ക്ലീൻ ബോൾഡ് ആയിക്കൊണ്ടിരിക്കുക. ഇനിയും പറ്റില്ല, നമുക്ക് പോവാം. റൗഡി കൊച്ചേ, ഒരു മിനിറ്റ്. സത്യം പറഞ്ഞാല് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ റിസ്ക് എടുക്കാൻ പാടില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത്രയും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിക്കും മോശമല്ലേ? ചേട്ടാ, എന്താ സംഭവിച്ചെന്ന് വിക്കിച്ചേട്ടന് അറിയാലോ. ഈ ഡിസിഷന്റെ പിന്നിൽ ഈഗോ മാത്രമല്ല, പ്രസ്റ്റേജ് ഇഷ്യൂ ഉണ്ടെന്ന് അറിയാലോ. അവനെ ഞാൻ പ്രണയിച്ചതും വലിയ കാര്യമാണെന്ന് വിക്കിച്ചേട്ടൻ അറിയില്ല. എന്നാലും പാർവതി, ഇങ്ങനെ എന്റെ റൗഡി കൊച്ചിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കണ്ടായിരുന്നു. ഇപ്പൊ അതിനെന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്നോ? എന്റെ കൂടെ വന്നേ, ഞാൻ കാണിച്ചു തരാം. വന്നേ, വാ.
എന്താ പാറു ഇത്? വിക്കി ചേട്ടൻ പറഞ്ഞതുപോലെ അവർക്ക് രണ്ടുപേർക്കും ഗേൾ ഫ്രണ്ട്സിനെ കിട്ടിയല്ലോ. ഞാനും അത് തന്നെ നോക്കുന്നത്. ആ പെൺകുട്ടികൾ ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ നിങ്ങൾ രണ്ടുപേരും ചെയ്ത് എത്ര വലിയ തെറ്റാണെന്ന്. ഛേ, എന്താ വിക്കി ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നേ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും കൺഫ്യൂഷൻ ആക്കി ടെൻഷൻ ആക്കുക. എന്നുവെച്ചാ അല്ല, ഇങ്ങനെ ഒരു കോഫി ഷോപ്പിൽ വന്ന് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നു വെച്ചാ അവരെന്താ പ്രണയത്തിലാവോ?